ആ പിന്നെ ഇത് പൂച്ചയല്ലേ ഇങ്ങനെയൊക്കെ വിളിക്കാൻ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് ഓൾ സെലക്ട് ചെയ്യുക. നമ്മളിപ്പോ ഒരു മീനിന്റെ അകത്തുള്ളത്. മീനകത്ത് കുടുങ്ങിപ്പോയി അല്ലേ? ഷാർജ അക്വേറിയത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഷാർജ അക്വേറിയം ആൻഡ് ഷാർജ മാരിടൈം മ്യൂസിയം ഷാർജയിലുണ്ട്. അതൊരു കാണേണ്ട ഒരു സൂപ്പർ സ്ഥലമാണ്. പിന്നെ ഷാർജയില് പിന്നെ അൽഖാൻ ഏരിയയിലാണ് ഈ അക്വേറിയം മാരിടൈം മ്യൂസിയം ഉള്ളത്. ഇതിലേക്കുള്ള എൻട്രി ഫീസ് പിന്നെ ഇതിലേക്ക് വരേണ്ട ലൊക്കേഷൻ എല്ലാം ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. എല്ലാവർക്കും അതിനകത്ത് കയറി ആക്സസ് ചെയ്യാം. അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഈ ഷാർജ അക്വേറിയത്തിൽ നിന്നും മാരിടൈം മ്യൂസിയത്തിൽ നിന്നും. വലിയ ഏരിയ ആണല്ലോ അല്ലേ? ഒരുപാടുണ്ടല്ലോ. ഒരു കപ്പലൊക്കെ നോക്കി അവിടെ. ഷാർജ മാരിടൈം മ്യൂസിയം, ഷാർജ അക്വേറിയം അല്ലേ, രണ്ടും അടുത്താണ്. പാർക്കിംഗ് കുറച്ച് ചെറുതാണ് എല്ലാം കൂടെ. കാരണം അക്വേറിയം എന്ന് പറയുമ്പം കുട്ടികളെയും കൊണ്ട് ഒരുപാട് ആൾക്കാർ വരുന്ന സ്ഥലമാണ്. അപ്പോൾ ഞങ്ങളെ ഒരു പ്രാവശ്യം കറങ്ങി കഴിഞ്ഞിട്ടാണ് പാർക്കിംഗ് കിട്ടിയത്. റിസപ്ഷനിൽ ഷൂട്ട് ചെയ്ത ബാക്കിയൊക്കെ ഷൂട്ട് ചെയ്യുന്ന പറഞ്ഞത്. ഓക്കെ. അപ്പം തന്നെ എല്ലാവരുടെയും ഫോട്ടോ ഗ്രീൻ സ്ക്രീൻ വെച്ചെടുക്കും. എന്നിട്ട് അവസാനം ഇറങ്ങുന്ന സമയത്ത് ആ ഫോട്ടോ നിങ്ങൾക്ക് നല്ല ഫോട്ടോ ആണെങ്കിൽ ചൂസ് ചെയ്തെടുക്കാൻ പറ്റും. നമ്മളിതാ ഇവിടെ വഴി ഇതുവഴി വന്നാൽ അവിടെ നിന്ന് വന്നല്ലേ. ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഇവിടെ കയറി ഇവരിപ്പോൾ ഇങ്ങോട്ട് വന്നു ഇവിടെ എത്തി. ഇതിൻ്റെ ഉള്ളിലാണ് നമ്മളുള്ളത് അല്ലേ? ഇത് മാരിടൈം മ്യൂസിയം ഏരിയ. ഷെൽ ഫിഷ്. ഷാർക്കാണ്. ശരി. ഇതിൻ്റെ ഉള്ളിലോട്ടുണ്ടല്ലോ ആൻറ്റീക് ഡോർ അൽഖാൻ. അവിടെ പണ്ടത്തെ ഫിഷിംഗ് സെറ്റപ്പും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇവിടെ അതിനെപ്പറ്റി ഒരു വീഡിയോ പ്ലേ ആവുന്നുണ്ട് കണ്ടോ? അടുത്തത് ഹാർബർ. എന്തൊക്കെ റിഫ്ലക്റ്റീവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓപ്പൺ സീ ഷോൾസ്. ഇവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഫ്ലാഷ് അടിച്ചുവിടാം കേട്ടോ. ഫിഷിന് നേരെ ഫ്ലാഷ് അടിച്ചുവിടാം. കുറച്ചുകൂടെ വലുതാണല്ലേ? നമ്മൾ അവിടെ നിന്ന് കണ്ട തന്നെയാണിത്? അല്ല അല്ല, വേറെ അല്ല, മുകളിൽ അല്ലാതല്ല, വേറെയാ. ടണലിൽ കൂടെ ഓപ്പോസിറ്റ് ക്യൂട്ടായത്.
ട്വിങ്കിൾ ടണലല്ലേ? ആമാ എന്താ വലുപ്പമല്ലേ? ഓരോ സെക്ഷനായി തിരിച്ചിട്ടുണ്ടല്ലേ. നെക്സ്റ്റ് വേവ് തിയേറ്റർ. ഇതെന്താ വലിയത്? പാമ്പൊന്നല്ല, വലിയൊരു ഈലാണോ? ഇതിൻ്റെ മറ്റേ സൈഡല്ലേ അത്? ടണലിൻ്റെ മറ്റേ സൈഡല്ലേ? ഇവിടെ ഒരു വീഡിയോ പ്ലേ ആവുന്നുണ്ട്, ഇവിടെ ഇരുന്ന് കാണാൻ പറ്റുന്നതാണെന്ന് തോന്നുന്നു. ഇപ്പോൾ ക്ലോസ്ഡ് ആണ്. ഇവിടെ കുറേ ഫാക്ട്സ് ഒക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഡു യു നോ? ഇത് ആമേനെ ഈ സൈഡിൽ നിന്ന് കാണാം. ഇതാ അത് ചെയിൻ തന്നെ. ഇതിൻ്റെ ആങ്കർ മറ്റേ കപ്പലിൻ്റെ അവശിഷ്ടങ്ങളാണ് ഇത്. ഇവിടുന്ന് കിട്ടിയ കപ്പലിൻ്റെ അവശിഷ്ടങ്ങളായിരിക്കും. ആമനെ കറക്റ്റ് കാണണമെങ്കിൽ അതിനുള്ള കുടുങ്ങിപ്പോയാ. നല്ല സൈസ് ഉണ്ടല്ലോ. നല്ല സൈസ് ഉണ്ട്. ഇതിൻ്റെ ഇടയിലൊരു ചെറുത് അവിടെ നിന്ന് ചെറിയതുണ്ട്. പക്ഷെ യെല്ലോയും ബ്ലാക്കും നല്ല രസമുണ്ട്, കാണാൻ നല്ല ഭംഗിയുണ്ട്. അതൊക്കെ എഴുതിയിട്ടുണ്ടോ? ആ ഓക്കെ. കളർഫുൾ ആണല്ലോ. ആ ഈ ഫ്ലോറിൽ നമ്മളെല്ലാം കണ്ടു. സ്റ്റെപ്പ് കയറാം. വേറെ ഫിറ്റ്നസ് ചാലഞ്ചൊക്കെ കഴിഞ്ഞിരിക്കുന്നതല്ലേ, കുറച്ച് സ്റ്റെപ്പൊക്കെ കയറാം. ഇതോരോ റീഫ് എന്നുള്ള ഇത് എടുത്തിട്ടതാണോ അങ്ങനെ എന്തോ തോന്നുന്നു അല്ലേ? കടകളിലൊക്കെ മണമുണ്ട്. പിന്നെ അതാ കുറേ ഉണ്ട് ഇങ്ങനെ ചേർന്ന് നിൽക്കുമ്പോൾ നല്ല പ്രശ്നമുണ്ട് കാണാൻ. അതോ എല്ലാം കൂടെ ഒരുമിച്ചിരിക്കുന്ന ഹലോ, ഇതിനിടയ്ക്ക് വേറെ കളറും ഉണ്ട്, ഒരു ഗ്രേ. രണ്ടെണ്ണോ അതിൻ്റെ ഇടയിൽ? ഇത് ഇവിടെ വേറെ ഉണ്ടെന്നോ? അതിനെ അടിച്ച് പരത്തി വെച്ചിരിക്കുന്ന പോലെ ഉണ്ടല്ലോ. ഇതെല്ലാം കൂടെ ഇവിടെ സമരം നടത്തുന്നുണ്ടല്ലോ. മാംഗ്രൂസാ? ആ മാംഗ്രൂസ് ഇതുപോലത്തെ മീനിന്റെ കണ്ണു ഓർമ്മയില്ലേ നമ്മുടെ ഉമ്മൽക്കയിലെ മാംഗ്രൂസ് പോയപ്പോ? ഇതെന്താ? ക്രാബുണ്ട്. ഇതാണോ മാംഗ്രൂസിലെ മീനുകൾ? നമ്മൾ അന്ന് കണ്ട പിറ്റൊന്നും വലുപ്പുണ്ടായിരുന്നില്ലല്ലോ. ഇതും മാംഗ്രൂസിൽ തന്നെ. ഷാർജ വെക്കിയിൽ ടച്ച് പൂൾ എന്ന് പറഞ്ഞ സംഭവമാണ് ഇത്. ഇന്ററാക്ട് വിത്ത് അവർ സീ ക്രീച്ചേഴ്സ്, കീപ് ദം അണ്ടർ വാട്ടർ, ടച്ച് ദം ജെന്റ്ലി. പക്ഷെ അതിപ്പോൾ ടെമ്പററി ക്ലോസ്ഡ് ആണ്. വാഷ് ബേസിൽ കൈ കഴുകുക, ഇവിടെ പോയി ടച്ച് ചെയ്യുക, അതായിരിക്കും ഉദ്ദേശിക്കുന്നത്. എന്നാലും നമ്മുടെ കയ്യിൽ നിന്ന് മീനിന് കൊറോണ ഓടിക്കണ്ട.
അല്ലേ, അതുകൊണ്ട് അത് ക്ലോസ്ഡ്. നല്ലൊരു ആംബിയൻസ് ആണ്, ഫുള്ള് കാടിന്റെ ഫുള്ള് ഫീൽ കിട്ടുന്നത്. അണ്ടർ വാട്ടറിൽ പോയ ലുക്കാ. ഈ വാട്ടർ പാർക്ക് വാട്ടർ വാക്ക്. ഓക്കെ, എന്താണ് വാട്ടർ വാക്ക്? ഓ, നല്ല നല്ല കടൽ തീരത്ത് പോയ മണം. നമ്മളിനി നടന്ന് കടപ്പുറത്ത് പോയ തണന്റെ മണമാണ്. മുകളിൽ അതെയാ? ആ, അതാണല്ലേ. ആ, ഇതിൻ്റെ ഉള്ളിലൂടെ നമ്മൾ കണ്ടല്ലേ. താഴേക്കൂടെ ആളുകൾ നടത്തിയിട്ടുണ്ട്. ഈ ജേർണി കണ്ടിന്യൂസ് കഴിഞ്ഞില്ല കേട്ടാ. ഇവിടെ എങ്ങനെയാണ് നമ്മൾ വേസ്റ്റ് കടലിനുള്ളിൽ ഇട്ട് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ആർട്ട് ഇൻസ്റ്റലേഷനാണ് തോന്നുന്നത്. കടലിനുള്ള വേസ്റ്റ് കിടക്കുന്ന പ്ലാസ്റ്റിക് കവറുകൾ, പ്ലാസ്റ്റിക് കുപ്പികൾ എല്ലാം അവിടെ ഇങ്ങനെ കിടക്കുന്നത്. ഇവിടെ പ്ലാസ്റ്റിക് കുപ്പി കൊണ്ടൊരു ഒക്ടോപ്പസിനെ ആക്കി വെച്ചിട്ടുണ്ട്. അതായത് ഉള്ളിൽ കണ്ടോ നല്ല റിയാലിറ്റി, ആക്ച്വലി ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ അക്വേറിയം കണ്ടിട്ട് ഇനി നെക്സ്റ്റ് ഏതാണ് മാരിടൈം മ്യൂസിയത്തിലേക്ക് പോവാണ്. അപ്പോൾ മാരിടൈം മ്യൂസിയം കൂടെ കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു പ്ലേസിലെ 2 മ്യൂസിയംസ് ആയി. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇവിടെ. കുട്ടികൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. സ്കൂൾ വിസിറ്റ് ഒക്കെ നടത്തുന്ന സ്ഥലമാണ് ഇവിടെ. അതെ അതെ. അപ്പോൾ മാരിടൈം മ്യൂസിയം കണ്ടിട്ട് വരാം. ഷോപ്പ് ആൻഡ് എക്സിറ്റ്. ഷോപ്പിൽ പോയി നോക്കാം എന്തൊക്കെയുള്ളതാണ്. നമുക്ക് വേണ്ട അല്ലേ. അങ്ങനെ പുറത്തെത്തി. ഇവിടെ ഉള്ളൊരു സൂനിയറാണിത്. ചെറിയ വിലയുള്ളൂ അല്ലേ, വെറും 1.5 ദിറം. ദുബായിൽ നിന്ന് വരുന്നവർക്ക് ഡയറക്റ്റ് ഇവിടെ അബ്ര ആക്സസ് ഉണ്ട്. അബ്രയിൽ വന്നു കഴിഞ്ഞാൽ നേരെ ഇവിടെ നമ്മുടെ ഷാർജ അക്വേറിയത്തിൻ്റെ കഴിഞ്ഞാൽ നടന്നു വരാവുന്ന ദൂരമേ ഉള്ളൂ. ഇത് തന്നെയാണ് ആ ഒരു ബോട്ട് സ്റ്റേഷൻ വരുന്നത്. ദുബായിൽ നിന്ന് പിന്നെ ഗുബൈബേന്നല്ലേ, ഗുബൈബേന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് പിന്നെ ഈ ബോട്ട് സർവീസ്. ഫെറിയാണ്. ഇപ്പോൾ കഴിഞ്ഞ വർഷം, കഴിഞ്ഞതിന് മുന്നത്തെ വർഷം 2018 സ്റ്റാർട്ടായതാണ്. പിന്നെ കൊറോണ ടൈമിൽ അത് സ്റ്റോപ്പ് ചെയ്തു. പിന്നെ വീണ്ടും ഇപ്പോൾ സ്റ്റാർട്ടായിട്ടുണ്ട്. മീൻ്റെ ഉള്ളിൽ കയറിയാ നല്ലൊരു ഫോട്ടോ പോയിന്റ് ആണ്. നെക്സ്റ്റ് നമ്മൾ മാരിടൈം മ്യൂസിയത്തിലേക്കാണ്. മീൻ ഗാലറി. കപ്പൽ റിപ്പയർ ചെയ്യുന്നത് പിന്നെ ഒരാളിരിക്കുന്ന പോലെ ഉണ്ടല്ലേ. ഞാൻ പെട്ടെന്ന് വിചാരിച്ചു ഒരാളിരിക്കുന്നതാണെന്ന്. കപ്പൽ റിപ്പയറിന് ഉപയോഗിച്ച ടൂൾസ് നോക്കി, പണ്ടത്തെ ടൂൾസ്. ഈ ഇതല്ലേ ആളിരിക്കുന്നതല്ലേ. ഇങ്ങനെ പണ്ടത്തെ ഹോട്ടലേതാ, മലയാളം എഴുതിട്ടതാ, ബോംബെ റെസ്റ്റോറൻറ്റ്. ഹനീഫ് ടൈലർ, ഷാർജ, PO Box 89. 89 അല്ല, PO Box നമ്പർ 89. ബോംബെ റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ. ഇത് എപ്പോഴത്തെ ആയിരുന്നു ഫോട്ടോ? അതാണ്, എവിടെ പോയാലും മലയാളി ഉണ്ടാവും ഏത് സമയത്തും. ഷാർജ അക്വേറിയവും
ഷാർജ മാരിടൈം മ്യൂസിയം ഒക്കെ കണ്ട് ഞങ്ങൾ ഇറങ്ങുകയാണ്. അപ്പോൾ സ്ഥിരം പറയുന്ന പോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെൽ ബട്ടണും കൂടെ എനേബിൾ ചെയ്യുക, നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലുള്ള പുത്തൻ വീഡിയോയുമായി ഞങ്ങൾ വീണ്ടും വരുന്നതാണ്. അതുവരെ എല്ലാവർക്കും ബൈ.